പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുമ്പോൾ ആത്മാവ് നമ്മൾക്ക് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നിത്യജീവൻ്റെ ദർശനം, നിത്യതയുടെ പ്രത്യാശ. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മളാരും ഈ ലോകത്തിൽ സ്ഥിരം താമസിക്കാൻ വന്നിട്ടുള്ളവരല്ല. നമ്മളൊരു ദിവസം ഈ ലോകം വിട്ടു പോകേണ്ടവരാണ്. സങ്കീർത്തനം 90-ാം സങ്കീർത്തനം 8-ാം വചനത്തിൽ 9 വചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ സങ്കീർത്തകൻ പറയുകയാണ്, 9-ാമത്തെ വചനം എന്താ പറയുന്നത് അല്ലേ? സങ്കീർത്തനം 9, ഞങ്ങളുടെ ദിനങ്ങൾ അങ്ങയുടെ ക്രോധത്തിന് നിഴൽ പോലെ കടന്നു പോകുന്നു, ഞങ്ങളുടെ വർഷങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ അവസാനിക്കുന്നു. എന്നിട്ട് എന്താ സങ്കീർത്തകൻ പറയുന്നത്? ഞങ്ങളുടെ ആയുഷ്കാലം 70 വർഷമാണ്, ഏറിയാൽ 80. പരിശുദ്ധ വചനം പഠിപ്പിക്കുക, ഒരു മനുഷ്യന്റെ ജീവിത ഈ ലോകത്തിൽ 70, ഏറിയാൽ 80. എന്നിട്ടും അക്കാലം എത്രയും അധ്വാനമാണ്. അവ പെട്ടെന്ന് തീർന്നു പോകുന്നു. ശ്രദ്ധിക്കണം സഹോദരൻ, ഇത്രയുള്ളൂ നമ്മുടെ ഈ ലോക ജീവിതം, മനുഷ്യ ജീവിതം. നമ്മൾ വചനം പറയുന്നുണ്ട്, യാക്കോബ് 4:14 പറയാ. എന്താ പറയുന്നത്? പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയും അതിനുശേഷം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന മൂടൽ മഞ്ഞ് പോലെയാണ് മനുഷ്യ ജീവിതം. അല്പസമയത്തേക്ക് പ്രത്യക്ഷപ്പെടുകയും അതിനുശേഷം അപ്രത്യക്ഷമാവുകയും. നമ്മൾ കണ്ടിട്ട് ഇവിടെയൊക്കെ കോടമഞ്ഞുകൾ നോക്കുമ്പോൾ ഒരു പുക പോലെ കാണും. ഇവിടെയൊക്കെ നമ്മൾ ഒത്തിരി കണ്ടിട്ടുള്ളവരാണ്. ആ മഞ്ഞ് പക്ഷെ വെളിച്ചം വരുമ്പോൾ, സൂര്യപ്രകാശം, ആ മഞ്ഞുകളൊക്കെ ആ കോടമഞ്ഞ് മാറിപ്പോകുന്നു. അതാ കർത്താവ് പറയുന്നത്, അല്പസമയത്തേക്ക് മാത്രം പ്രത്യക്ഷപ്പെടുകയും അതിനുശേഷം അപ്രത്യക്ഷമായി പോവുകയും ചെയ്യുന്ന മൂടൽ മഞ്ഞാണ് മനുഷ്യ ജീവിതം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് പാട്ടുകാരൻ പാടിയത്, മൺമയമാമീയുലകിൽ കാൺമതുമായ വൻമഹിമ ധനസുഖങ്ങൾ സകലവുമായ മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ ഇന്നു കണ്ട് നാളെ വാടും പൂക്കളെ പോലെ. ഒരു പുല്ലിൻ്റെ അവസ്ഥ, അല്ലെങ്കിൽ നടുന്ന ഒരു ചെറിയ ചെടിയുടെ അല്ലെങ്കിൽ ചെറിയ ഇതിൻ്റെ അവസ്ഥ നമുക്കറിയാം. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധ വചനം പറയാ, മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ ഇന്നു കണ്ട് നാളെ വാടും പൂക്കളെ പോലെ. അതുകൊണ്ട് വിശുദ്ധ പൗലോസ് സഭയെ പഠിപ്പിച്ചത് നിങ്ങൾ ശ്രദ്ധിക്കണം. പൗലോസ് ശ്ലീഹ കർത്താവിന്റെ സഭയോട് പറഞ്ഞു, തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6-7 വചനങ്ങൾ, നിങ്ങളെ വചനം ശ്രദ്ധിക്കണമേ. തീത്തോസിന് എഴുതിയ ലേഖനം അവിടെ മൂന്നാമത്തെ അധ്യായം, 3-ാമത്തെ അധ്യായം. ദൈവം നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ സമൃദ്ധമായി വർഷിച്ചിരിക്കുന്നത്. ഇതെന്തിനു വേണ്ടിയാ? അവിടുത്തെ കൃപാവരത്താൽ നാം നീതീകരിക്കപ്പെടുന്നതിനും, കണ്ടു, നിത്യജീവനെ പറ്റിയുള്ള പ്രത്യാശയിൽ നാം അവകാശികളാകുന്നതിന് വേണ്ടി. നമുക്ക് എന്തിനാ പരിശുദ്ധാത്മാവിനെ തന്നെ? മാമോദീസായിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് വന്നു. എൻ്റെ സഹോദരങ്ങളെ, ആത്മാവ് എന്താ നമ്മിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിത്യജീവന്റെ പ്രത്യാശയിൽ നമ്മൾ. അതുകൊണ്ട് നമ്മൾ ഈ ലോകം കണ്ട് ജീവിക്കേണ്ടവരല്ല. ഇവിടെ മണ്ണും നമ്മൾ കണ്ടില്ലേ, അനേകർ അങ്ങനെയുണ്ട്, പണത്തിന് വേണ്ടി, കണ്ടു, സമ്പത്തിന് വേണ്ടി, അതുപോലെ ജഡിക സുഖങ്ങൾക്ക് വേണ്ടി, തങ്ങൾക്ക് ഈ ലോക ജീവിതത്തിനപ്പുറം മറ്റൊരു ജീവിതമുണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധം അന്ധമായി പോയ ഒരുപാട് ജീവിതങ്ങൾ കലഹിച്ചുകൊണ്ട്, മത്സരിച്ചുകൊണ്ട്, തുണ്ട് സ്ഥലത്തിന് വേണ്ടി, ഭൂമിക്ക് വേണ്ടി അടിപിടി കൂടി, കേസുണ്ടാക്കി, സഹോദര ബന്ധങ്ങൾ തകർത്ത്, പാർട്ടീഷന്റെ പേരിൽ, സ്വത്ത് വിഭജനത്തിന്റെ പേരിൽ, വസ്തുവകളുടെ പേരിൽ, മണ്ണിന്റെ പേരിൽ, സ്ഥലത്തിന്റെ പേരിൽ അസ്വസ്ഥതകളുണ്ടാക്കി എത്ര കുടുംബങ്ങളിലെ ബന്ധങ്ങൾ ഇന്ന് മുറിഞ്ഞു പോയിരിക്കുന്നത്. കുടുംബ ബന്ധങ്ങൾ താറുമാറായിരിക്കുന്നു. എന്തിന്റെ പേരില്? ഈ മണ്ണിന്റെയും വസ്തുവിന്റെയും സ്ഥലത്തിന്റെയും പേരില്. ഒരു മുട്ടുസൂചി ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റുമോ? കൊണ്ടുപോകാൻ പറ്റും ചേട്ടായി, കൊണ്ടുപോകാൻ പറ്റുമോ? ഒരു മുട്ടുസൂചി ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റുമോ? ഉണ്ടെങ്കിൽ ഇപ്പൊ പ്രസംഗം നിർത്താം. കൊണ്ടുപോകാൻ പറ്റില്ല. കൊണ്ടുപോകാൻ പറ്റും. പിന്നെ എന്തിനാ നമ്മൾ കാണിച്ചു കൊണ്ടിരുന്നത്?
ഒരു മുട്ടു സൂചി കൊണ്ടുപോകാൻ പറ്റുമോ? അതുകൊണ്ട് പൗലോസ്ലീഹ പറഞ്ഞത്, നമ്മൾ നഗ്നരായി ലോകത്തിലേക്ക് വന്നു. ഈ ലോകം വിട്ടു പോകുമ്പോൾ നമ്മൾ നഗ്നരായി തന്നെ പോകേണ്ടി വരും. നഗ്നനായി ഞാൻ ലോകത്തിൽ വന്നു, നഗ്നനായി തന്നെ പോകുമേ. ലോകത്തിൽ യാതൊന്നും എൻ്റെ കൂടെ പോരുവാൻ. ഒരു തരി മണ്ണ് നിന്റെ കൂടെ പൊന്തില്ല. നമ്മൾ ഓടിക്കുന്ന കാറാകട്ടെ, ബൈക്കാകട്ടെ, ഇടുന്ന വസ്ത്രങ്ങളാകട്ടെ, നമ്മുടെ സമ്പാദ്യമാകട്ടെ, മക്കളാകട്ടെ, ജീവിത പങ്കാളിയാകട്ടെ, ഈ ലോകത്തിൽ ആരുമാകട്ടെ, എന്തുമാകട്ടെ, ഒന്നും നമ്മോടുകൂടെ പോരുകയില്ല. ഈ ലോകത്തിൽ നീ ജീവിച്ചപ്പോൾ നിന്റെ പ്രവർത്തികൾ മാത്രമാണ് നിന്നെ നിത്യതയിലേക്ക് അനുഗമിക്കുന്നത്. അതുകൊണ്ട് സഭ പറയുന്നത്, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ, മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യ, നീ കൂടെ പോരുന്നു നിൻ ജീവിത പങ്കാളിയും. അങ്ങനെയാണ്. എന്ത് സുഖാർന്നല്ലേ. ഒരു പങ്കാളിയും അവർ സിമിത്തേരി വരെ വരും, ആ കബറിടം വരെ, കല്ലറ വരെ വരും. അത് കഴിഞ്ഞാൽ ഞാനും നിങ്ങളും ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്കൊരു യാത്രയുണ്ട്. ആ യാത്ര നീ ഓർത്താൽ ഇവിടെ നീ പാപം ചെയ്യില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, നിത്യതയുടെ വെളിച്ചം തരണമേ, നിത്യജീവന്റെ പ്രത്യാശ തരണമേ. പലപ്പോഴും നിത്യതയുടെ വെളിച്ചം നഷ്ടമാക്കി ഈ ലോകത്തിലേക്ക് പിശാച് നമ്മൾ ആകർഷിപ്പിക്കും. അതുകൊണ്ടാണ് ഇന്ന് ഈ സമ്പത്തിൻ്റെയും വസ്തുവകളുടെയും സ്ഥാനമാനങ്ങളുടെയും അതുപോലെ മറ്റു പലതിൻ്റെയും പേരിൽ കലഹങ്ങൾ, അസ്വസ്ഥതകൾ, മാത്സര്യങ്ങൾ, ബന്ധങ്ങളിൽ തകർച്ചകൾ, കുടുംബങ്ങൾ പോലും ഇന്ന് എത്ര വെറുപ്പില്ലാന്ന് പറയും. പാർട്ടീഷൻ്റെ അവന് കൂടുതൽ കൊടുത്തു, ഇന്ന് കൂടുതൽ കൊടുത്തു, ഞാൻ അധ്വാനിച്ചത് എനിക്ക് കിട്ടിയില്ല, എന്നെ പറ്റിച്ചു, എനിക്ക് അർഹതമായി തന്നില്ല എന്നൊക്കെ ഓർത്ത് നൊമ്പരപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ ഈ സമൂഹത്തിലുണ്ടോ? ഈ മെസ്സേജ് നിനക്ക് വേണ്ടിയാ പരിശുദ്ധാത്മാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.